Sugi, good morning. Good morning. Good morning, Zoro. Good morning, Mama. Good morning, Zoro. അവിടെ ഇരിക്കേ. അവിടെ ഇരിക്കുന്നൊക്കെ ആരോട്? അയ്യോ. Good morning. Welcome to day 17 of 100. ഇന്ന് ഡേ 17 ആണ്. സമയം 8 മണിയായി. നമ്മൾ ലേറ്റ് ആയി. ബട്ട് എന്താ പറയാ, റിസ്ക് എടുക്കണ്ട പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ക്യാപ്പൊക്കെ തൊപ്പിയൊക്കെ വെച്ചിട്ടാ വന്നത്, ചെവിയൊക്കെ അടയ്ക്കാൻ വേണ്ടിട്ട്. പിന്നെ ജാക്കറ്റ് വെറുതെ പേരിനിട്ടതാ, തണുപ്പടിക്കാതിരിക്കാൻ. തണുപ്പ് അധികം ഇല്ല, കുറച്ച് വെയിലായിരുന്നു. വാ മമ്മോ, മമ്മോ കം ബാഡി. മോംസി നിക്ക്, അവിടെ ഒരു വണ്ടി വരുന്നുണ്ട്, എന്തായാലും അവള് ഇവിടെ നിക്കട്ടെ. സോറോ വായോ. ശരി മമ്മി പോട്ടെ. സോറോ വാ. ഇന്നത്തെ മോർണിംഗ് ഡ്രിങ്ക് മറ്റേ 2 ജീരകം ഇല്ലേ, അതായത് ജീരകവും ഫെനൽ സീഡ്സും രണ്ടും കുറച്ച് കുറച്ച് എടുത്തിട്ട് വെള്ളത്തിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്താണ്. ഇതില് ജീരകം വേണമെങ്കിൽ കഴിക്കുക, പക്ഷെ എനിക്ക് ഇതിലെ ജീരകം ഇഷ്ടമല്ല, ചപ്പൊന്നുണ്ടാവും. അപ്പൊ ഞാൻ അതിനെ സ്ട്രെയിൻ ചെയ്യാന് ഇതിൽ ഇങ്ങനെ ഒഴിക്കും. ഓക്കെ, ഇപ്പൊ അത് സ്ട്രെയിൻ ആയിക്കോളും. എന്നിട്ട് ഇതിലുള്ളതിനെ കളയും, അത്ര തന്നെ. തിരിച്ചിതിൽ ഒഴിക്കുമ്പോൾ നമുക്ക് വെറും ജീര വാട്ടർ ആയിട്ട് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് മൈ മോർണിംഗ് ഡ്രിങ്ക്. എന്താ എല്ലാവർക്കും ഇന്നൊരു ക്ഷീണം? എന്താ ഒരു ക്ഷീണം മൊമ്മോ? മൊമ്മോന് ക്ഷീണൊന്നുമില്ല അല്ലേ? മൊമ്മോ തുളുമ്പി നടക്കുന്നുണ്ട്. എന്താ റൂഫി? എന്താ മൊമ്മോ? എന്തായേ റൂഫി പെണ്ണേ, കള്ളിപ്പെണ്ണേ? സോറോ എന്താ വരാത്ത്? സോറോ ഒന്ന് ടയേർഡല്ലേ സുഗി? അവന് 8 മണിക്ക് ശേഷമല്ലേ പോയത്, ഇഷ്ടപ്പെട്ടില്ല. വെയിൽ ഇഷ്ടമല്ല ഞങ്ങക്ക്. അമ്മന്റെ മോനാണത്, അമ്മന്റെ മോൻ. അമ്മക്ക് പണി കിട്ടി മോനെ. ഗേറ്റ് എത്തിയപ്പോൾ തന്നെ അമ്മ വെയർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. പോകുമ്പോഴേ സുഖി പറഞ്ഞു, ഇത് വെയിലാടി, ഇത്ര കട്ടിയുള്ള ജാക്കറ്റ് ഇടണ്ട പറഞ്ഞു. എവിടെ കേക്കണ്? എന്റെ കൊറിയാണ്ടർ ചെടികൾ കണ്ട വളർന്നു. ഇവിടെ ഞാൻ ഒരു സൈഡിൽ ഇട്ടുള്ളൂ കേട്ടോ. ഇവിടെ വേറൊരു ചെടി ഉണ്ടായിരുന്നു, പക്ഷെ അത് ചത്തുപോയി. ഇവിടെ വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട്. ഇത് സുഖി പറയേണ്ടത് പുല്ലാണെന്ന്, പക്ഷെ ഞാൻ പറയേണ്ടത് ഇങ്ങനെ ക്രീപ്പർ പോലെ വരുന്ന ചെടിയാണെന്ന്. നോക്കാം. ഇതിൽ വെള്ളം മാറ്റാറായി. ഗുഡ് വൈബ്സ്. 8 9 10 6 7 8 9 10 11 12 തെച്ചിപ്പൂ
പൂവേ തിങ്കാശിപ്പൂ ഇവിടൊക്കെ നിറയെ ചെടികൾ. ഒരാള് യോഗ മാറ്റ് എടുക്കാൻ മറന്നിട്ട് തിരിച്ചു പോയി എടുത്തിട്ട് വരുന്നുണ്ട്. ചില ദിവസം വീട്ടിൽ നിന്ന് എടുക്കാൻ മറക്കും, ചില ദിവസം ജിമ്മിൽ നിന്ന് എടുക്കാൻ മറക്കും അല്ലേ? ചില ദിവസം വീട്ടിൽ നിന്ന് എടുക്കാൻ മറക്കും, ചില ദിവസം ജിമ്മിൽ നിന്ന് എടുക്കാൻ മറക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കാണാനുണ്ടോ? ഇത് പോണതിന്റെ മുന്നേ തന്നെ ഞാന് സ്വീറ്റ് പൊട്ടാറ്റോയും കാടമുട്ടയും വേവിച്ചിട്ട് പോയി. അതുകൊണ്ട് നമുക്കിപ്പോ എന്താ ഒരാൾക്ക് 6 വെച്ചിട്ട് പിന്നെ ഒരു 2 പീസ് വെച്ച് സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ പ്ലംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോന്ന് മതിയോ? 2 നമുക്കിതൊന്ന് വാഷ് ചെയ്യട്ടെ. പോസ്റ്റ് ചെയ്തു. 2 പ്ലംസ്. ഇതാണ് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കഴിക്കാം. പിള്ളേർക്ക് സ്വീറ്റ് പൊട്ടാറ്റോ കൊടുക്കാം. ഇന്നത്തെ ലഞ്ച് എന്താന്ന് പറയട്ടെ. കുറച്ച് ചോറുണ്ട്. ഇതെന്താന്നറിയോ? മുതിര, ഹോഴ്സ് ഗ്രാം എന്ന് പറയൂ കേട്ടോ. മുതിരക്കറി, ഹോഴ്സ് ഗ്രാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഹെൽത്തി ആണ്. മുതിരക്കറി, തൈര്, അച്ചാറ്, കുക്കുംബർ, പിന്നെ മാന്തള പൊരിച്ചത്, ഫിഷ് ഫ്രൈ. എനിക്ക് 3 സുഖിക്ക് 3. ഓക്കെ, അപ്പം കഴിക്കട്ടെ. ഇന്ന് സമയം 3:40ക്ക് ഞാൻ ലഞ്ച് കഴിക്കാൻ പോകണം. ഓക്കെ ഗൈസ്, ലെറ്റ് മീ എൻജോയ് മൈ ലഞ്ച്. സുഖി ചുള്ളനായി വന്നിട്ടുണ്ട്. ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട് സുഖി. ഹെയർ ഒക്കെ കളർ ചെയ്ത് ചുള്ളനായി വന്നേക്ക്. അതെന്നെ പറഞ്ഞ ഒരു 10 വയസ്സ് കുറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് മാച്ചായി. ഇതെന്താ ഡ്രൈ ക്ലീനിന് കൊടുത്തതാ? കൊറച്ച് കഴിച്ചിട്ട് കിടന്നു. അങ്ങനെ 3 ഇപ്പൊ കിടന്നിട്ട് നീ 1.5 മണിക്കൂറിൽ എണീക്കോ? അങ്ങനേന് പകരം അതേ നോക്ക് ഹെയർ കളർ ഇടാൻ പോയിട്ട് വന്നേക്കണു. 3:30 5:05ക്ക് എണീക്കണം. എല്ലാം റെഡിയാ, വേണിച്ചെങ്കി കഴിച്ചോ. ഓക്കെ. മൊമ്മ കുഴിച്ചിട്ടിരിക്കട്ടാ. മൊമ്മ എന്താ കുഴിക്കണ്? കുഴിച്ച താഴെ 2nd ഫ്ലോറിലെത്തും. കൊറേ നേരമായി കുഴിക്കാൻ തുടങ്ങിയിട്ട്. ഹാപ്പി ഗേൾ ആണ്, ഹാപ്പി ഗേൾ. മൊമ്മോ ഈസ് എ ഹാപ്പി ഗേൾ. ഗുഡ് ഈവനിങ് സോറോ, റൂഫി, മൊമ്മോ. അല്ല, ഇത് മൊമ്മോ, അത് റൂഫി. ഇന്ന് വേറൊരു ഷിറ്റ്സൂനും കൂടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ കണ്ടവര് ഒരു 11 months ആയ ഷിറ്റ്സു. പക്ഷെ അവിടെ കാണാനില്ല. സുഖി, ഡിയോജി, ഒരു ഡിയോജി വരുന്നുണ്ട് ഇവിടെ. ഡിയോജി ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് ഈവനിങ് വാക്കിന് വന്നു. ഇന്നത്തേക്ക് എൻ്റെ കോൾഡൊക്കെ കുറച്ച് ശരിയായിട്ടാ. ഞാൻ ഇന്ന് തല കുളിച്ചു. ഓക്കെ ശരിയായിന്ന് വിചാരിക്കണം. എന്നാലും ചെവിയിൽ കാറ്റ് കയറണ്ട പറഞ്ഞിട്ട് ഹെഡ്ഫോൺ വെച്ച് നടക്കുന്നു. ഇവിടെ വാ സൺകിസ്റ്റ്.
അയിലേക്ക് നോക്കണ്ട, അങ്ങനെയല്ല. ഇതവിടെ സൺസെറ്റ്. സുഖി ചുള്ളനായില്ലേ സുഖി? ഹെയർ തിളങ്ങുന്നുണ്ട് ഇപ്പൊ സുഖിന്റെ. അതെന്തിനാന്നറിയോ? ഈ സാറ്റർഡേ സൺഡേ ഒരു സ്ഥലത്ത് പോണുണ്ട് ചുള്ളനായിക്കുക അതിനു വേണ്ടിട്ട്. നല്ല ഈവനിങ് സൺസെറ്റ് നോക്ക്. ഇന്ന് ഈവനിങ് ഞാനൊരു ബ്ലാക്ക് കോഫിയാണ് കുടിക്കുന്നത്. കുറച്ച് എനർജി ലോ ആയിരിക്കുന്നതുകൊണ്ട് ഒരു ബൂസ്റ്റ് വേണം. അപ്പോൾ ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ. പിന്നെ കിടക്കണതിൻ്റെ മുന്നേ ആയിട്ട് ഒരു ഗ്രീൻ ടീ ഹൈബിസ്കസ് ടീ എന്തെങ്കിലും കുടിക്കും അല്ലേ മമ്മോ? മംഷി മമ്മ എന്താടാ എന്താ നിനക്ക്? ആ റൂഫി കണ്ട ഗുഡ് ഗേൾ ആയിട്ട് കിടക്കണ റൂഫി കണ്ട? റൂഫിനെ കണ്ടു പഠിക്കും നീ കുറച്ച്. നിനക്ക് കുറുമ്പ് കുറച്ച് കൂടുണ്ട് സോറോ. അമ്മ നിന്റെ ഫുൾ കഴിച്ചു കഴിഞ്ഞാ? നോക്കട്ടെ മമ്മി പ്ലേറ്റ്. ഓ നീ ഗുഡ് ഗേളാ. ഓക്കെ സോറോ ഗുഡ് ബോയാ. സോറോം കഴിക്കുന്നുണ്ട് ഗുഡ് ബോയ് ആയിട്ട്. റൂഫിക്കുട്ടി ഓയ്യോ റൂഫിക്കുട്ടി ഫുള്ള് കഴിച്ചിട്ട് ഇവിടെ നിക്കണു. ഇനി സോറ് എന്തെങ്കിലും ബാക്കി വെക്കോ പറഞ്ഞിട്ട് നിക്കാണ് പൊന്ന്. സോറ് ഗുഡ് ബോയ് ആയിട്ട് ഫുൾ കഴിക്കണോ? ഇവിടെ കേരളത്തിൽ നിന്നുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഓൺ ദ വീൽസ്. അതായത് ഒരു വണ്ടിയിൽ കുറേ സാധനങ്ങൾ കൊണ്ടുവരും. ഇറച്ചി, മീന്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. അതിൽ നിന്ന് നമ്മൾ റംബുട്ടാൻ വാങ്ങിച്ചു. റംബുട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് ഈക്വലി. എൻ്റെ പാതി കഴിയാറായി. ഇത് സുഖിൻ്റെയാണ്. സുഖി നീ കഴിച്ചില്ലെങ്കിൽ എൻ്റെ പാതി കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് കഴിക്കും. എടുത്തിട്ട് ഓടി. സമയം 11 മണിയായി. കിടക്കണേന്റെ മുന്നേ ഒരു ഹൈബിസ്കസ് ടീ കുടിച്ചിട്ട് കിടക്കാൻ പറഞ്ഞിട്ട് ഒരു വ്ളോഗൊക്കെ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ പിള്ളേര് രണ്ടും കളിയുണ്ട്. ഈ അലക്കിയ തുണികളൊക്കെ മടക്കാനുണ്ട്. അത് സുഖിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. നൈറ്റ് ഷിഫ്റ്റിന്റെ ഇടയിൽ സുഖി അങ്ങനെ അത് മടക്കി വെക്കും. സോറോ അവിടെ കിടക്കുന്നുണ്ട്. വേഗം കുടിക്കട്ടെ, എന്നിട്ട് വേഗം കിടക്കണം. അങ്ങനെ നമ്മുടെ ഡേ 17 ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. യെസ്. സോ നമുക്കിവിടെ സൊസൈറ്റിയിൽ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓണം, വിഷു അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്തവണയുണ്ട്. അതിൻ്റെ ചെറിയ രീതിയിൽ പ്രാക്ടീസ് സെഷനും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കാനൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് അങ്ങനെ. പോകെ പോകെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അപ്പം ഞാൻ കാണിക്കാവേ. സോ ഇന്ന് നമുക്ക് ഒരു കോട്ട് എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ഡേ എൻഡ് ചെയ്യാം. ഇന്ന് എനിക്ക് റെഡ് എടുക്കാൻ തോന്നുന്നു. റെഡിൽ എന്താ ഉള്ളത് നോക്കാം. എനിക്കിഷ്ടമായിട്ടാ. ബി യുവർ സെൽഫ് ആൻഡ് പീപ്പിൾ വിൽ ലൈക്ക് യു. അത്ര തന്നെ. നമ്മൾ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാറേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെങ്ങനെയാണോ അങ്ങനെ ഇരിക്കുക. അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടും ആൾക്കാർ. എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും ഇഷ്ടപ്പെടണം എന്തിനാ? അതിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ കുറച്ച് പേര് ഇഷ്ടപ്പെട്ടാലും മതി. നമ്മൾ എല്ലാവരെ കൊണ്ടും ഇഷ്ടപ്പെടിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ
നമ്മൾ എങ്ങനെയാണോ, നമുക്ക് എന്താണോ ഇഷ്ടം, നമ്മൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാനും എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ്. കാരണം ഞാനും ഒരു സമയം വരെയൊക്കെ പറഞ്ഞാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കണം, അവർക്ക് എന്ത് തോന്നും, ഇവർക്ക് എന്ത് തോന്നും, അങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വലിച്ചു വാരിയിട്ട് ചെയ്യുന്ന ആളായിരുന്നു കേട്ടോ. എവിടെ പോയാലും, വർക്ക് ആവട്ടെ, പേഴ്സണൽ ലൈഫ് ആവട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, എവ്രിതിങ് ഐ യൂസ് ടു ഗിവ് ഓൾ ഔട്ട്. പക്ഷേ പിന്നെ പിന്നെ നമുക്ക് തിരിച്ച് ഓരോ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക, വി ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്. ഓക്കെ, നമുക്ക് അതേപോലൊന്നും അല്ല തിരിച്ചു കിട്ടുന്നത്. നമുക്ക് ഒരുപാട് കുറെ സങ്കടങ്ങളും വേദനകളും എല്ലാം കിട്ടും. സോ അങ്ങനെ നമ്മൾ അവരിനൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ നമ്മളല്ലാതെ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഉള്ളവരും ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് അവരുടെ ക്യാരക്ടറെ അങ്ങനെയാണെന്നുള്ളവരുണ്ടെങ്കിൽ അവരങ്ങനെ ജീവിച്ചോട്ടെ. പക്ഷെ എനിക്ക് അങ്ങനെ മടുത്തു. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഓൾ ഔട്ട് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നമ്മളുടെ സന്തോഷങ്ങൾ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നമ്മളെ പ്രയോറിറ്റി, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഇഷ്ടങ്ങൾ, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ജീവിക്കണം പറഞ്ഞിട്ട് എനിക്കിത് ഇഷ്ടമായിട്ടാ. നമുക്ക് വേണമെങ്കിൽ ഡെയിലി ഇതൊരു സെഗ്മെന്റ് ആക്കാം. ഇതിലൊരു കോട്ട എടുക്കുക, എന്നിട്ട് അതിനെ കുറിച്ചിട്ട് എൻ്റെ രീതിയിൽ എന്തെങ്കിലും കുറച്ച് പറയാം. ഓക്കെ, അങ്ങനെ. ഇത് മൊമോഷൻ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആരുടെ അടുത്താണ് സംസാരിക്കുന്നത് പറഞ്ഞിട്ട് നോക്കാൻ വന്നതാ. സുന്ദരി, ഈ മമ്മിന്റെ ഡ്രസ്സും നീയും ഒരേ കളർ. ഇവളിനി 2-3 ദിവസം കൂടിയേ ഉള്ളൂ. അത് മാത്രം ഒരു വിഷമം. ഓക്കെ, ഇനി നമുക്ക് ഡേ 18 നാളെ വരാം. ഐ ആം ലൈക്ക് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ അപ്കമിങ് 2-3 days. ഇറ്റ് മൈറ്റ് ബി ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ നിങ്ങൾ ഡെയിലി എണീക്കണു, വാക്കിംഗ് പോണു, ജിമ്മിൽ പോണു, കഴിക്കണു, കിടക്കണു, ഇത് മാത്രമല്ലേ കണ്ടിട്ടിരിക്കുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഈ 2-3 days വരാൻ പോണുണ്ട്. അപ്പൊ ഇനിയുള്ളൊരു 3-4 വീഡിയോസ് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാമെന്ന് വിചാരിക്കുന്നു. നോക്കാം, നാളെ മുതലല്ല, ഒരു 2 ദിവസം കഴിയട്ടെ. ഓക്കെ, സോ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മൈ സ്മോൾ ചാനൽ. Keep watching videos and do comment, like, share and all. And take care of your health. Stay happy, stay healthy. Love you all. Good night. Thank you. Bye-bye.